ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കേസരി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ചട്ടിക്കകത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് റവ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഓൾറെഡി തീർന്നു പോയി ഉണ്ടായിരുന്നു, തീർന്നു പോയി. കാരണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണ മൂന്നാമത്തെ ദിവസമാണ്. 2 ദിവസം കൊണ്ടേ ഞാനിങ്ങനെ കേസരി ഉണ്ടാക്കുക. നമ്മുടെ ഈ റംസാൻ പ്രമാണിച്ച് ചില ആൾക്കാരൊക്കെ മധുരം കൊടുക്കില്ലേ, അങ്ങനെ എൻ്റെ ചേട്ടൻ ആരോ ഇത്തിരി മധുരം കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പണിയായി. ഈ ചൂടായി വന്ന റവയ്ക്കകത്ത് ലേശം ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി അതൊരു ചെറിയ മണം വരുമ്പോഴത്തേക്കും നമുക്കൊരു 3 സ്പൂണ് പഞ്ചസാര ഇടാം. 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു അരക്കപ്പ് വെള്ളം, ഞാൻ ഓൾറെഡി ഇവിടെ കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. റവ ആയതുകൊണ്ട് ഇത് വെള്ളം പെട്ടെന്ന് പിടിച്ചെടുത്തോളുമല്ലോ. ആ നെയ്യുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് വിട്ട് വരികയും ചെയ്യും. നന്നായിട്ടൊന്ന് ഇളക്കി ആ റവയൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട സെറ്റ് നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില ആൾക്കാർ ഇതിനകത്ത് കളർ ചേർക്കുക, അതായത് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കും. ഞാൻ 2 ദിവസം അങ്ങനെ ഉണ്ടാക്കി. 3ൻ്റെ അന്ന് ഞാൻ തന്നെ മടുത്ത്. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. എനിക്ക് മധുരം അധികം ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ ചേട്ടന് എന്താണെന്നറിയില്ല, മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അങ്ങനെ കഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചായയാണ് അതിൻ്റെ കൂടെ കുടിക്കുന്നത്. മധുരത്തിൻ്റെ കൂടെ മധുരം, എന്താ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്ന പാത്രത്തിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. രസമുണ്ട്. 2 മുന്തിരി എടുത്ത് മേളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 4 മണിക്കത്തുള്ള പലഹാരമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ബായ്.